ടയറൊക്കെ ഉണ്ട് ചേട്ടാ. ചേട്ടാ ഒന്നാ സെക്കൻഡ് ഓണ്ടറാ. ഇത് ഇവിടെ കഴിഞ്ഞാൽ തേർഡ് ഓണ്ടറാവും. പോരാത്തത് മാരുതിൽ കറക്കാണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ഈ വണ്ടി നിന്ന് കയ്യിൽ നിന്ന് പോയില്ലേ ചേട്ടാ. റൈറ്റ് ഒന്ന് ചവിട്ട്. എന്നാ വണ്ടി എനിക്ക് ഇഷ്ടമായില്ല. മിണ്ടാണ്ട് നിനക്ക് തീർക്കുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചോണേ ചേട്ടാ. ഈ കാറൊക്കെയാണ് ഞങ്ങൾ ഇത്ര ദൂരത്ത് വന്നതാ. ഇത് ചേട്ടൻ പറഞ്ഞ റൈറ്റ് നോക്കില്ലേ? ഒരു 1.60 ആണെങ്കിൽ ഞങ്ങൾ നോക്കാം. ഇത് മാരുതിയുടെ വണ്ടി പോലെയല്ല. ഈ വണ്ടി ആരെങ്കിലും നോക്കാൻ വരണമെങ്കിൽ അത് വാങ്ങാനുള്ള ഇതിൽ വരണവരാ. സത്യം പറഞ്ഞാൽ പൊന്നു പോലെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. വീട്ടിൽ അത്ര ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു ഗതി കേട്ടിട്ട് ഞാൻ സെയിലിന് ഇട്ടതാ. ഇത് ആർക്കെങ്കിലും എങ്ങനെയും കൊടുത്തിട്ട് വേഗം സെയിലാക്കണം എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഞാൻ പറയണ പൈസ കിട്ടില്ലെങ്കിൽ ഞാൻ അത് കൊടുക്കൂല. ഇത് വന്നേ ഒരു മിനിറ്റ് ഇട്ടാ. എത്ര ആൾക്കാർ വന്ന് നോക്കിപ്പോയതാ. നീ കിട്ടണ വിലക്ക് അങ്ങോട്ട് കൊടുക്കാൻ നോക്കടാ. നമ്മുടെ ആവശ്യമല്ലേ. നീ അത് കൊടുത്ത് ഒഴിവാക്ക് ചേട്ടാ. അതെ ലാസ്റ്റ് 1.65 ഞാൻ തരാം. അതിൽ കുറവ് ചോദിക്കല്ലേ? വണ്ടി ഓടിക്കാൻ പഠിക്കണം. ശരി എന്നാ കണ്ട് ഓക്കെ. എങ്ങനെയും കൊടുത്ത് ഒഴിവാക്കാനേ എനിക്കതൊരു ബാധ്യത ഒന്നും അല്ലായിരുന്നു. എല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ടാ. ചേട്ടാ എവിടെ എത്തി നിങ്ങള്? ഒരു മിനിറ്റ് ഒന്ന് നിർത്തോ? ഒരു കാര്യം മറന്നുപോയി. ആ ഓക്കെ. ആളെ നിങ്ങൾ വിളിച്ചാണോ? വല്ല പള്ളി ഉണ്ടാവോ? ഈ പേടിക്കണ്ട ഞാനില്ലേ കൂടെ. അതെന്റെ പേടി. എന്താടാ? ജീവനില്ലാത്ത വസ്തുക്കളോട് ആത്മബന്ധം പുലർത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എൻ്റെ കുറേ ഓർമ്മകളിലും നല്ല നല്ല നിമിഷങ്ങളിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പോൾ ഒരു ഗതിയില്ലാത്ത കാരണാട്ടാ നിന്നെ ഞാൻ കൊടുക്കണേ. ശരിട്ടാ, ഞാൻ നിന്റെ ഒപ്പം ഇല്ലാട്ടാ. പോട്ടറാ. എന്താ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കറിയാട്ടാ. കഷ്ടപ്പെട്ട് പണിക്ക് പോയി ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയാടാ. പൊന്നുപോലെ നോക്കണം. നീ എത്തിയാ? ബൈക്കിലാണോ? ഞാൻ ബൈക്കില്. കാറിലാണെങ്കിൽ വെയില് കൊള്ളണ്ടായിരുന്നു. കാറിലടി മണ്ടത്തിയ. ഇത് ഞായറാഴ്ച ആയിട്ട് പള്ളിക്കൊന്നും പോയില്ലേ? ഞാൻ ഇന്ന് പള്ളിയിലേക്ക് പോയില്ലടാ, മഴയല്ലേ. കാറിന് എന്ത് മഴയാമേ? നിന്റെ കാറൊന്നും തന്നേടാ. ഒരു റൗണ്ട് ഓടിക്കുക. നീ ചോദിക്കണ്ടടാ, ഞാൻ തരില്ല. നീ എന്നാ എന്റെ കാറ് കൊണ്ടുപോയിട്ട് മതിലിടിച്ച് പൊളിച്ചതാ. നീ വണ്ടി കൊടുക്കണ്ട. ഇത് ഞാൻ കൊടുക്കില്ലടാ. ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടിയല്ലേ. എന്ത് വന്നാലും ഞാൻ അത് കൊടുക്കില്ല എന്ന് വിചാരിച്ചിരിക്കണേ. നീ എന്തിനാടാ അങ്ങനെ വിഷമിച്ചിരിക്കണേ? കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പം ഇല്ലടാ. നമുക്ക് ഈ വയസ്സ് കൂടുന്തോറേ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർ കുറഞ്ഞ് ചുരുങ്ങി ഇപ്പം ഞാൻ ഒറ്റയ്ക്കായ പോലെ. നിനക്ക് ഞാനില്ലടാ, നീ മുമ്പ് ഉണ്ടായിരുന്നില്ലടാ. ഇപ്പം ആകെ കൂടി നീ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂടാ. നീ ഇപ്പം വിഷമിക്കണത് പണ്ട് നീ സന്തോഷിച്ചിരുന്ന സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം നിന്റെ കൂടെ ഇല്ല. ആ കഴിഞ്ഞു പോയ നല്ല കാലം ഇനി നിനക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ആലോചിച്ചിട്ടല്ലേ നീ വിഷമിക്കണേ? നീ കഴിഞ്ഞു പോയ നിന്റെ ഈ കൊല്ലം ആലോചിച്ച് നോക്കേ. പ്രതീക്ഷിക്കാത്തത് മാത്രം സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. എടാ നിനക്ക് ഇനിയും ജീവിതം കെടുക്കലടാ. നീ അങ്ങോട്ട് ജീവിക്കടാ. മനസ്സിനൊരു സമാധാനം ഇല്ലാണ്ട് എത്രയൊക്കെ ലൈഫ് കിട്ടിയിട്ട് എന്താടാ കാര്യം? ഞാനിവിടെ കണ്ടുണ്ടല്ലോ ചേട്ടാ. ഓർമ്മയുണ്ട് അന്ന് ബാറിൽ വെച്ചിട്ട്? ഓർമ്മയില്ലാണ്ടിരിക്കടാ. ബീറും കുപ്പി എടുത്ത് തലതല്ലി പൊളിച്ചല്ലേ. അന്ന് കൂട്ടാൻ വേണ്ടി ചെയ്താട്ടാ, ബോധമില്ലാണ്ട്. വേറെ ഒന്നും വിചാരിക്കല്ലേട്ടാ. മനസ്സിലൊന്നും അതൊക്കെ എന്തരാ എന്തൊരു പരിപാടി? എന്ത് പരിപാടിയാട്ടാ? കാശുള്ളപ്പോൾ എല്ലാവർക്കും വേണം. ഇപ്പം എന്നെ ആർക്കും വേണ്ട. നീ ഇവനായിട്ട് പ്രശ്നമായിരുന്നില്ലേ? നിനക്ക് ഇവനോട് വെറുപ്പായിരുന്നില്ലേ? ഇപ്പം നിനക്ക് അവനോട് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത്ര ഉള്ളൂടെ ലൈഫ്. മുമ്പ് നമ്മൾ കരഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ഇന്ന് ചിരിക്കും. മുമ്പ് നമ്മൾ ചിരിച്ച കാര്യങ്ങൾ ആലോചിച്ച് ഇന്ന് കരയും. എടാ ലൈഫ് അത്രേ ഉള്ളൂ. നീ ചുമ്മാ അങ്ങോട്ട് ജീവിക്കടാ. നമുക്ക് ക്രിസ്മസ് ആയിട്ടൊരു ബീറ കാച്ചാലോ? ഇത്ര നാളെ കൂടുതലുള്ള കൂട്ടുകാരനെ വിളിച്ചില്ല. ബാറിൽ വെച്ച് തലയിൽ വിളിച്ച് ചേട്ടനെ വിളിച്ചില്ലേ? അതൊക്കെ എന്തരാ? ഡാൻസ് ചേട്ടാ. ചേട്ടൻ പോയിട്ട് വാ. എൻ്റെ കാശൊന്നുമില്ല. പൈസയൊക്കെ എന്താണ്ടായേ? നീ എന്തരാ എനിക്ക് വാ. നീ വരില്ലേ? നീ പോയിട്ട് വാ, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും.
ചേച്ചിയുടെ ഉണ്ണിക്ക് പേരിടണം അല്ലേ? അതപ്പം ഞങ്ങൾ സജസ്റ്റ് ചെയ്യണം അല്ലേ? ഇന്ന് തന്നെ പറയണം, ലിസ്റ്റ് കൊടുക്കലാണ്, വെറൈറ്റി പേരായിരിക്കണം. എന്നാ ഒരു വെറൈറ്റി പിടിച്ചോ, മദനൻ. അത് തന്റെ എങ്കിൽ ഞാൻ പറയാം, മന്മഥൻ. അച്ഛൻ്റെ പേരായിരിക്കില്ലേ? നമുക്കേ ധൃതങ്കം ഇട്ടാലോ? എങ്കിൽ മൃദംഗം ഇടാം. അവനൊരു നല്ല കലാകാരൻ അവിടെ, സത്യം. കലാകാരനാണെങ്കിൽ വേറെ റൈറ്റ് ഉണ്ട്, തബലൻ. എങ്കിൽ ബൈബിളിൽ നിന്ന് ഒരു പേരായാലോ? സക്കേവൂസ്. ഇത് എന്തിട്ട് പേരടാ? നിന്റെ അച്ഛന്റെ പേരെന്തുട്ടാ? ജോസ്. അപ്പൊ സ്റ്റൈലായിട്ട് ജോസ് വന്നിട്ടാ പോരെ? അത് പറ്റില്ല. ചേച്ചി ക്രിസ്ത്യാനി, ചേട്ടൻ ഹിന്ദു അല്ലേ? ഒരു ജാതിയുടെ പേര് പറ്റിയാന്ന്. അപ്പൊ ചെക്കൻ്റെ അച്ഛൻ്റെ പേരെന്താ? പ്രകാശൻ. പ്രകാശ് പെരേര ഡൈസ്. നപ്പയുണ്ട്. കിട്ടി, നല്ല മുറ്റ് പേര് കിട്ടി. പീറ്റർ അയ്യപ്പൻ. പീറ്റർ അയ്യപ്പനാ? ലഡും ചമ്മന്തി പോലെ ഉണ്ട്. സാനി അയ്യപ്പൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് പിന്നെയും കുഴപ്പമില്ല, ബജും ചമ്മന്തി പോലെ ഇല്ലേ? മതി, നിർത്ത്. കിട്ടി. ഹാരി കൃഷ്ണൻ. നീ ഹരികൃഷ്ണൻ എന്ന് ചൂണ്ടിയതല്ലടാ. ഇത് ഹാരി പോട്ടറിലെ ഹാരി. എന്റെ പൊന്നു പപ്ലു, ഇവ ഇംഗ്ലീഷുകാരെ പോലെ നാക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു തരുന്ന പേര് നീ ഇടായിരിക്കോ? പണ്ട് ഇതേപോലെ എന്റെ ചേച്ചിയുടെ ഉണ്ണിക്ക് ഒരു പേര് പറഞ്ഞു, ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണെന്നുണ്ട്, നിക്കോളാസ് പ്യൂറാൻ ചെന്നിക്കാട്ടിൽ. ഇപ്പോഴേ ഈ നിക്കോളാസും ഇല്ല, ചെന്നിക്കാട്ടും ഇല്ല, ഈ നാട്ടിലത്തെ മയിര് വരെ അവനെ വിളിക്കണം. നാട്ടുകാർക്ക് വായിക്കാൻ അറിയാത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? വല്ലപ്പോഴേ IPL കാണണ ഹേ. എടാ 3 പഠിക്കണോ? നിർത്തി പേര് കിട്ടി തല്ലൂറുണ്ട. ഹിന്ദും ക്രിസ്ത്യാനിയും ചേർന്ന പെണ്ണിന്റെ അച്ഛൻ ജോസും ചെക്കൻ്റെ അച്ഛൻ പ്രകാശനും ചേർന്നാൽ ജോസ് പ്രകാശ്. കൊതിയാ വാ വിളിച്ചിരിക്കുന്നു. എന്നാലും അവന്റെ പെങ്ങൾ കഷ്ടപ്പെട്ടു, എന്റെ പെങ്ങളുടെ മോനെ ഇപ്പോഴും അറിയൂല. കണ്ണാണല്ലോ പണ്ടാറങ്ങനായിട്ട്. എന്തുകൂടെ എന്തരാ നിങ്ങൾ വണ്ടി സർവീസിന് കൊടുത്തു, പണിക്ക് വന്ന നേരായി. ബസ്സിനാണ് കണ്ണ് കാണാല്ലേ? ചായ വെച്ചു ചായ. പിന്നെന്തരാ നീ എന്തരാ പറയണേ? താനെങ്ങളപ്പോ ഉണ്ടാർന്ന്? ഞാനാ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവനൊന്ന് കാണാൻ. തെണ്ടി നിൽക്കാറുന്നു, കണ്ടാണ് സന്തോഷം കേട്ടോ. ഒന്നിന്റെ പ്രശ്നം ഒന്നും പറയണ്ടട്ടാ, അവ സീന ഫുഡ് കഴിക്കണാണ്ട് ഒന്ന് പിടിച്ചേ. അവനെ വിളിക്കാണ്ട് കഴിച്ചു വെറുതെ വരും. ചങ്കായിരുന്ന കൂട്ടുകാരൻ്റെ വരെ നിനക്ക് മനസ്സിലാവില്ല. എന്താ കണ്ട പിന്നെ ഇങ്ങനെ പറയണേ? പുറത്തുനിന്നൊരു വരുത്തനെ കണ്ടപ്പോ കളിക്കൂട്ടുകാരനായി എന്നെ നീ മറന്നു. എനിക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ് നീ അവനെ കൊടുത്തത്. എന്റെ പൊന്നളി, അവന് പട്ടിണി ഇടുന്ന് വയ്യാന്ന് പറഞ്ഞപ്പോ മേടിച്ചു കൊടുത്ത 2 നീ ഒന്ന് അവിടെ പോയി കഴിച്ചറാ. നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചിരുന്നത്. ആ എന്നെ ഒഴിവാക്കിയാൽ നിന്നോട് ക്ഷമിക്കാൻ ഞാൻ വൈഷ്ണവോ സുഗ്രീവനോ ബ്രഹ്മനോ അല്ല. കണ്ണാപ്പി ക്ഷത്രിയനാ, ക്ഷത്രിയൻ. ഞാൻ ചായ മേടിച്ചടാ, നല്ല പാട്ടേണ്ടെന്ന്. എന്ത് കഷ്ടാ നോക്ക്. ഞാൻ നീ പഠിപ്പിച്ചൊന്നും മറന്നിട്ടില്ലടാ. ബന്ധങ്ങൾ ബന്ധങ്ങളാകുമ്പോൾ ഗുരുത്വമുണർത്തുന്ന ഓർമ്മകൾ ഉള്ളിലെവിടെയോ കുളിർമഴയാകുമ്പോൾ ഞാനൊന്നും മറന്നിട്ടില്ലടാ കണ്ണാപ്പി. ഇനി എന്റെ ഊഴം, നീ എണ്ണി തുടങ്ങിക്കോ. ചേട്ടൻ 2 ചായ, 2 വട, 2 പഴംപൊരി. എന്തിനാ 2 ചായ? അതാണ് ഞാൻ മമ്മൂട്ടി സൗണ്ടിൽ പറഞ്ഞ ക്ഷത്രിയനാന്ന്. പോയി ചായ വാങ്ങിച്ചിട്ട് വാ. തളിർ വെറ്റിലയില്ല തൊട്ടു നോക്കാൻ ചമ്മന്തിയിടാൻ. ഓ ആ വരുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ ശരിയാട്ടോ, താങ്ക്സ്. നീ എന്റെ കൂടെ ഏത് കോപ്പിലാടെ പഠിച്ചേ? എനിക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ. ഒരു ചായയിലും കടിയിലും കഴിയേണ്ട കാര്യം ഇപ്പൊ ഇവിടെ മാരെത്തി. നീ നാളെ മേലേക്ക് ഈ ബാത്തിക്ക് വരണേട്ടാ. നിന്റെ വണ്ടി എവിടെയെങ്കിലും വെച്ച് കയറാൻ നീ എന്നെ വിളിക്കും വേണ്ട. 2 ഉണ്ടമ്പൊരും കൂടെ ആയാലോ? ഇത് കഴിഞ്ഞിട്ട് പോരടാ. മതി, കഴിഞ്ഞിട്ട് മതി. എന്തോരം മീനല്ലേ പിടിച്ച ഞാൻ ന്യൂ ഇയറിന് ടച്ചിങ് സാകാർന്നു. അത് വളർത്തണ മീനാ, നാട്ടുകാർ തലാമ കിണ്ണും. ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ എന്താ നീ ഇങ്ങനെ ഇരിക്കണേ? ചോദിച്ചെടുത്ത എന്താ പറ്റിയ എനിക്ക്? മറ്റേ പ്രാമരിക്കുമ്പോ ലൈറ്റർ പിന്നെ നിന്റെ ഒക്കെ തന്നിണ്ടായി. സോറി. മോന്ത കത്തിപ്പൂന്തന്റെ വൈക്കോൽ കൂനമാരി താടി രോമം വെച്ച് വന്നിരിക്കേ. ഇത് മറ്റേ
ഇതൊന്ന് കത്തിക്കാൻ സമ്മതിക്കോ പണ്ടാരടങ്ങിട്ട് വലിക്കറ സമാധാനാവുന്ന്. നിനക്ക് എന്തിനു പറ്റിയ കുറെ നേരമല്ലോ എല്ലാരും ഇരിക്കുമ്പോ നീ മാത്രം ഒരു മാതിരി. ഇത് എത്ര നേരം ചോദിക്കണ കാര്യം പറയും പണ്ടാരടങ്ങിട്ട്. അതല്ലടോ ഓരോ ന്യൂയർ കഴിയുമ്പോൾ ഏജ് കൂടിയിട്ടേ കല്യാണ പ്രായമായി. അപ്പൊ ന്യൂ ഇയർ നിന്റെ ബർത്ത്ഡേ നിന്റെ ഒക്കെ ചെലവ്. ഓരോ ന്യൂയർ കഴിയുമ്പോഴും ഓരോ കൊല്ലം കഴിയല്ലേ, നമുക്ക് എല്ലാവർക്കും ഏജ് കൂടിയിട്ട് കല്യാണ പ്രായമായി എന്നാ പറഞ്ഞേ. അത് നിന്റെ വിഷമം. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന് വേറെ റിലേഷൻഷിപ്പ് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരെ പാസ് നോക്കി കല്യാണം കഴിക്കാൻ പറ്റില്ല. അവർക്ക് എന്തായാലും റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതും 10 പഠിക്കുന്ന പിള്ളേർക്ക് വരെ 2-3 ലൈനാ. ഇതാണ് എന്റെ വിഷമം. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് വേറെ ആയിരിക്കും പ്രണയിച്ച് സുഖമായിട്ട് നടക്കണ്ടാവും. ഞാനിവിടെ മരം പോലെ. ഞാൻ മരത്തിന്ന് കൈയെടുത്ത് വേഗം വന്ന് കല്യാണം കഴിക്കണം. ഇതാണ് വിഷമം. എന്ത് വിഷമാലേ. അത് ശരിയല്ലോ. ഇനി ഞാൻ കെട്ടാൻ പോണ പെണ്ണ് വേറെ ആൾക്കാരെ പ്രണയിച്ച് നടക്കണ്ടാവോ? അപ്പോൾ എനിക്ക് ചതിക്കായിരുന്നില്ലേ? ആര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അവളിപ്പോ വേറെ വല്ല ചെക്കനെ ലൈൻ അടിച്ച് നടക്കാവും. നീ പറഞ്ഞത് ശരിയാ. ഞാനുള്ളപ്പോ എന്തിനാ അവള് വേറൊരുത്തിനെ പ്രേമിച്ചു കിട്ടണ? കാര്യമല്ലടാ. തനിക്ക് വേറെ റിലേഷൻ ഇല്ലടോ, ഞങ്ങൾക്കില്ല. താനെന്തിനാ കാരണം? വേറെ ആള് കെട്ടാൻ പോണ പെണ്ണല്ല ഞാൻ ഇപ്പൊ പ്രേമിച്ചെടുക്കണേ. അത് മാത്രല്ല എനിക്ക് ഡബിൾ ആവശ്യമോ. ഞാൻ ഇപ്പൊ കെട്ടാൻ പോണ പെണ്ണ് വേറെ ആരെങ്കിലും പ്രേമിച്ചെടുക്കണ്ടാവില്ലേ?